ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറെ പേര് ചോദിക്കുന്നുണ്ട് മമ്മിയുടെ. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു മമ്മീനെയും കൊണ്ട്, അതായത് നമ്മളെ അമ്മായിമ്മനെയും കൊണ്ട് വീഡിയോ ചെയ്യാം. അമ്മായിമ്മയും മരുമോളും തമ്മിൽ ഒരു ചലഞ്ചാണ് ഗൈസ്. ഹൂ നോസ് മീ ബെറ്റർ, എന്നെ ആർക്കാണ് കൂടുതൽ അറിയാം. അവർക്ക് അറിയില്ല ഇന്നത്തെ വീഡിയോ എന്താന്ന്. ഞാൻ ജസ്റ്റ് അവരോട് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ചില ക്രാഷ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ബട്ട് നമ്മൾ അതൊന്നില്ലാത്ത രീതിയിൽ ചെയ്ത് തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കപ്പോ നോട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം ഗൈസ്. ഓക്കെ, മമ്മി ഇവിടെ എത്തി. കുറെ ദിവസമായി മമ്മീനെ കണ്ടില്ല അറിയണേ. മമ്മി സീക്രട്ട് ആയിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങി പൈസക്കാരിയാവാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിന്റെ കുറെ തിരക്കിലാണ് മമ്മി ഇവിടെ ഉള്ളത്. എന്താ കൈ കുടുങ്ങിയ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവർ രണ്ടാളും വെച്ചിട്ടാണ്. ഓക്കെ, ഞാൻ വീഡിയോ എന്താന്ന് പറഞ്ഞിട്ടില്ല, ഞാനും കൂടി ഇരുന്നിട്ട് പറയാം. നിങ്ങൾ ബലം പിടുത്തം പിടിക്കരുത്. ഓക്കെ, ഇതൊക്കെ ഒരു സിമ്പിൾ തിങ് ആയിട്ട് എടുക്കണം. ഓക്കെ, ചെറുതായിട്ട് ഗൈസ്. അപ്പൊ ഞാൻ രണ്ടുപേരെയും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് അറിയോ? ഹൂ നോസ് മീ ബെറ്റർ. നിങ്ങളുടെ മകൻ നിന്റെ ഹസ്ബൻഡ്, മനസ്സിലായോ? നിന്റെ ഹസ്ബൻഡ് നിങ്ങളുടെ മകൻ. അപ്പം ഇവരിൽ ആർക്കാണ് എന്നെ നന്നായിട്ട് അറിയാം? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതിൽ തന്നെ ഞാൻ ആൻസറും ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ ചിലപ്പോ മാറിപ്പോവും ഞാൻ പറയാൻ പോകുന്ന ആൻസർ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ആരാണ്. പിന്നെ ഇതൊരു തല്ലിലേക്ക് എത്തരുത്. ഇപ്പൊ ചിലപ്പോ നിങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന് വരാൻ മതിയോ, ചിലപ്പോ ഇവൾക്കൊന്നും കിട്ടില്ല എന്ന് വരാൻ മതിയോ. എന്നിട്ട് നിങ്ങൾ തമ്മിൽ തല്ലാവരുത്. അതിന് വേണ്ടിട്ടല്ലേ ഇടുന്നത്. ഒരിക്കലല്ല. സോ ഞാൻ ഓരോ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആരും കാണരുത്. ഞാൻ എത്ര വട്ടം ഒരു ദിവസം കുളിക്കും? പറ. റെഡി, 1 2 3. 0. അൽഫി ജയിച്ചിരിക്കുന്നു. അവരെല്ലാ ദിവസം കുളിക്കാറില്ല. അതെനിക്ക് അറിയാം, പറയാൻ പറ്റില്ലല്ലോ. കുളിക്കൂലെന്ന് എങ്ങനെയാ പറയാന്നൊക്കെ, പക്ഷെ മേലും കഴുകൂല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ല കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ മന്ത്. ഞാൻ 3 പറയും. ആലോചിച്ച് വെക്കുക. രണ്ടാൾ ആലോചിച്ച് വെക്കുക. ഓക്കെ, റെഡി. മന്താണ്, വർഷമല്ല. റെഡി, 1 2 3. നവംബർ 2017. ഞാനും പറഞ്ഞു. രണ്ടുപേർക്ക് അറിയാം. ഞാൻ ഏത് ഞാൻ അങ്ങോട്ട് പറഞ്ഞ തന്നെയാണ്, എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഓക്കെ, അപ്പൊ 2 പേര് സ്കോർ ചെയ്തിട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ഹാൻഡ് എത്ര തവണ, ഈ ലെഫ്റ്റ് ഹാൻഡ് എത്ര തവണ ജോയിന്റ് വിട്ടുപോയി? 3. മിണ്ടരുത്. ഞാൻ പറയും. അങ്ങനെ ആൻസർ അല്ല, ഔട്ട് നിങ്ങള്. റെഡി, 1 2 3. 3 3 4. ഏതെങ്കിലും ഒന്ന്. ഞാൻ പറയും 4. വേം പറയും. സ്വിമ്മിംഗ് പൂള് അന്ന് ഇവിടെ ടിവിയിൽ വെച്ച്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ലോക്കാക്ക്. 4. നിങ്ങൾ എന്തെത്ര? 3 ആയിരിക്കും. ഉറപ്പിച്ചോല്ലേ? അല്ലെങ്കിൽ ഉറപ്പിച്ചോല്ലേ? ഞാൻ ഉറപ്പിച്ചു 3. അതാണോ? 4. 3 ഇമ്മച്ചി 4. ഞാൻ ആദ്യം 3 പറഞ്ഞിന്. മമ്മി ജയിച്ചിരിക്കുന്നു. 4 തവണ. ശരി, 3 അല്ലേ? ഒന്ന് ഇവിടുന്ന് ഒന്ന് അവിടുന്ന്. ശരിയാ, 4 തവണ. ലാസ്റ്റ് അടുത്ത് ഇതായി. ഒന്ന് അവിടുന്ന് നമ്മളെ കോഴിക്കോട് കൊച്ചിന്ന് 2 തവണ. കോഴിക്കോട് 1 തവണ അല്ലേ? 2 തവണ. അപ്പൊ അങ്ങനെ 4 തവണ ടോട്ടൽ ഞാൻ സ്കോർ ചെയ്യുന്നുണ്ട് ഗൈസ്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്തത്, ഞാൻ എത്ര തവണ ഒരു ദിവസം ബാത്റൂമിൽ പോവാറുണ്ട്? അത് നിനക്ക് തന്നെ അറിയോ? നിനക്ക് കണക്കുണ്ടോ? ഇവിടെ എത്ര ബാത്റൂം ഉണ്ട്? 4 അല്ലേ? 4 ബാത്റൂം ഫുൾ ടൈം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൂമില് 2 വട്ടം പോയി, രാവിലെ രാത്രി ഉച്ചയ്ക്കും. വെള്ളം എത്ര കുടിക്കുന്നത്? ഉമ്മ, ഞാൻ ചോദിച്ചത് നിങ്ങൾ മറുപടി പറയണം. അത് ആര് മറുപടി അറിയും? നോക്കി ഇങ്ങനെ നിങ്ങളുടെ സ്നേഹം. ഉമ്മ നോക്കാം. ബാത്റൂം പോണ നോക്കി എന്ത് സ്നേഹമാണ്? നിങ്ങളുടെ സ്നേഹമാണ്. റെഡി, ഒരു എമ്മണ്ടോ? റെഡി, 1 2 3. മിനിമം 6. എനിക്കെന്താണ് ഇതന്നെ പണി. ഇമ്മങ്ങൾ പറയും. ഒരിക്കലും അതിന് ആൻസർ പറയാൻ കഴിയില്ല. കാരണം രാത്രി പാതിരക്ക് വരെ അവിടെ ലൈറ്റ് ഓഫ് ആക്കാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ബാത്റൂമിൽ. വേണ്ട, ആ ക്വസ്റ്റ്യൻസ് വേണ്ട. എന്ത് ചോദ്യം ഉമ്മ ഇവനെ എടുത്ത് ആ കൂട്ടത്തിലിട്ട് പോയി. എന്റെ ഹിഡൻ ടാലന്റ് എന്താണ്? നിങ്ങൾ ആലോചിച്ച് വെച്ചോളി. അതായത് എനിക്ക്
രഹസ്യമായിട്ടുള്ള ഒരു കഴിവ്. ഓക്കെ, അങ്ങനെ ചെയ്യാത്ത എനിക്കൊരു കഴിവുണ്ട്. അതെന്താന്ന് ചോദിച്ചത്. ഒന്ന് പറയരുത്, ഒറ്റ ഒന്ന് പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞാൽ മതി. വൃത്തികെട്ട കഴിവാണ്, നല്ല കഴിവാണ്. നല്ല കഴിവ്, നല്ല കഴിവ്, വൃത്തികെട്ട കഴിവല്ല. ചിത്ര വരയ്ക്കൽ. മിണ്ടരുത്, ഞാൻ കേട്ടില്ല. ഞാനും മൈൻഡിൽ അതോ വിചാരിച്ചേ. ഡ്രോയിങ് വർക്ക് അവൾക്ക് കിട്ടിയില്ല. കൊറേ തള്ളിയിട്ടുണ്ട്. ഇവൻ 3Dയില് ഈ മറ്റേ പൈപ്പ് വെള്ളം വീണൊക്കെ വരയ്ക്കും. പക്ഷെ എന്നാലും അവൾക്ക് മറന്നുപോയി. നിങ്ങളത് എനിക്ക് ഞാൻ ഒന്നല്ലെങ്കിൽ സാധനങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പടം വരയ്ക്കുക. ഏത് പറയുന്ന. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആവുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ റെഡി, 1 2 3 ഞാൻ പറയാൻ പോവാണ്. ഹൗ മെനി ടൈംസ് ഐ വിൽ ഫാർട്ട് ഇൻ എ ഡേ? എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് എന്താ? പറയട്ടെ, 3 പറയട്ടെ ജന്തുക്കളെ. ആലോചിച്ചോളെ. എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക്, എനിക്ക് കുടിക്കാൻ ഇഷ്ടപ്പെട്ട, ഇപ്പൊ പല ടൈപ്പ് ഡ്രിങ്ക്സ് ഉണ്ടാവും. ആലോചിച്ചോളെ. എല്ലാ ജ്യൂസും അതും ഇതൊക്കെ ഉണ്ടാവും ഇതിൽ പെടും. റെഡി, 1 2 3. പിസ്ത മിൽക്ക്. വാട്ടർ മിൽക്ക്. അല്ല, അത് നിങ്ങൾ വാട്ടർ പറഞ്ഞു. അപ്പൊ കുടിക്കണ്ടല്ലോ. പിസ്ത എനിക്ക് ഓർമ്മയില്ല. പിസ്ത വെള്ളം അതാണ് എന്റെ ഫേവറേറ്റ്. കാരണം അത്രയ്ക്കും വെള്ളമാണ് രാവും പകലും കുടിക്കുന്നത്. അതല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട. ഇപ്പം നമ്മൾ ഏകദേശം നമ്മളുടെ സ്ഥാനത്തിലെത്തി. രണ്ടുപേരും ഏകദേശം ഒരു ഫൈറ്റിലേക്ക് എത്തുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നോക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ ഉദ്ദേശം അതാണ്. എനിക്ക് ഫേവറേറ്റ് ഡ്രസ്, എന്റെ ഫേവറേറ്റ് ഡ്രസ്സിംഗ് സ്റ്റൈൽ. ഞാൻ 3 പറയട്ടെ. ഞാനിത് പറയുന്നതോട് എനിക്ക് എന്ത് ഡ്രസ്സ് ഇടുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, ഇപ്പം പല രീതിയിലുള്ള ഡ്രസ്സ് വരാം. റെഡി, 1 2 3. ലൂസുള്ള പാന്റും ടീഷർട്ട്. നീ എന്താ പറയുന്നത്? ലൂസുള്ള പാന്റ്, ഷർട്ട്. ആദ്യം അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആദ്യം ജീൻസ് ഇതായിരുന്നു. ഇപ്പൊ അതാണ് ലൂസുള്ള പാന്റ്, സാധാ പാന്റ്. ജീൻസ് അല്ല, കട്ടിയില്ലാത്ത സാധാ ലൂസുള്ള പാന്റും ഷർട്ടും തന്നെയാണ്. രണ്ടുപേരും ശരിയാണ്. രണ്ടുപേരും ശരിയാണ്. മൈ ഫേവറേറ്റ് കാർ മിനി കൂപ്പർ. നീ എന്താ പറയുന്നത്? ബലേനോ അല്ല, ഇവിടെ ഉള്ള കാറല്ലമ്മ. അങ്ങനെ ചോദ്യം അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. മൈ ഫേവറേറ്റ് കാർ റെഡി, 1 2 3. ഞാൻ മിനി കൂപ്പർ. കാരണം അത് ഇല്ലാതെ വേറെ ഒന്നല്ല. എന്റെ ഓർമ്മ വരുന്നില്ല, പേര് ഓർമ്മ വരുന്നില്ല. നീ മേടിക്കണം നടക്ക്. ഞാൻ ഫേവറേറ്റ് കാറാ വെച്ചത്. ഞാൻ പറഞ്ഞോ? ആണോ? തട്ടിട്ട് പോർഷെ ആണോ? പോർഷെ. നോ, മിനി കൂപ്പർ. എന്റേത് മിനി കൂപ്പർ ആണ്. ഓക്കെ, ഫൈൻ. അതിലും തോറ്റി. എന്റെ കറന്റ് വെയിറ്റ് എത്രയാണ്? ആദ്യം പറയുന്ന ആൻസർ സ്വീകരിക്കും. 62. എത്രയാണ്? ലാസ്റ്റ് ക്വസ്റ്റ്യനാ. ഇതിപ്പോ ഞാൻ തൂക്കി നോക്കും. ഇപ്പം തൂക്കി നോക്കും. ഇതിലൂടെയാണ് വിന്നറെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അൽഫി 62 പറഞ്ഞു. മമ്മി എത്രയാണ്? മമ്മി അതിഗംഭീരമായ കാൽക്കുലേഷനിലാണ്. ഇന്നലെ ഞാനിപ്പം ബാത്റൂമിൽ പോയതുകൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 2 ആണോ 3 ആണോ? മെനിയാന്നിട്ടോ 2 ആണ് തന്നെ തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞേ, ഞാൻ 60 പറയണ്ടല്ലേ ഇവരോട്? അല്ല, കേട്ടാളോ. 62 ആണ് പറയുന്നത്. കഴിഞ്ഞോ? ആ പാന്റ് ഒക്കെ അയക്കുന്നാല് എല്ലാം കയറാൻ പോവാണ്. റെഡി, 1 2 3. ആ വെയിറ്റ് നോക്കിക്കോ. 63. ഞാൻ പറയാൻ ഞാൻ 63 അല്ലേ? ഞാൻ കാണുന്നില്ല ഇതിനെ. ഇവിടെ ഒരു സാധനം ഉണ്ട്. വിന്നറിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. രണ്ടുപേരും പറഞ്ഞ ഇവര് തമ്മിൽ അടി ഉണ്ടാവില്ല ഗൈസ്. ഇവർ തമ്മിൽ അടി ഉണ്ടായി വേണമെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂട്ടും കൂടി അവനെ ആക്രമിച്ചാൽ വിന്നർ പ്രഖ്യാപിക്കാം. ഞങ്ങളൊരു ടീമാ. റെഡി, 1 2 3. രണ്ടുപേരും വിന്നറ ഗൈസ്. വെറുതെ എനിക്ക് വയ്യ. ബുദ്ധിയുണ്ട്.